ദീപക് മോഹൻ നമ്മുടെ സ്ഥലത്തുണ്ട്, തിരച്ചിൽ നടക്കുന്ന ഇടത്തുണ്ട്. ദീപക്, ഇപ്പോൾ കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ഈ 4 ദിവസം മുമ്പ് കാണാതായി, 10 മിനിറ്റിനകം തന്നെ പരാതി നൽകിയാണെന്ന് പറയുമ്പോൾ അവിടെ ആ താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവനോടെ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇങ്ങനെ അപകട മേഖല എന്നൊന്നും എഴുതി വെച്ചിട്ടില്ലേ? എങ്ങനെയാണ് അവിടെ നിന്ന് വീഴാൻ ഉള്ള സാധ്യത? എങ്ങനെയാണ്, ഏത് ഭാഗത്തു നിന്നാണ് കുട്ടി വീണിട്ടുണ്ടാവുക? സായികുമാർ, അവിടെ റേഞ്ച് പ്രശ്നമുണ്ട്. ദീപക് മോഹൻ അവിടെ നിന്നും വിവരങ്ങൾ അടുത്ത ഘട്ടത്തിൽ നൽകുമെന്ന് കരുതാം. എങ്ങനെ, ഏത് ഭാഗത്തുനിന്ന് കുട്ടി വീണിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഉറപ്പായിട്ടും ഇത്തരം അപകട മേഖലകളിൽ കൃത്യമായി കെട്ടി വെക്കുകയും അവിടെ അപകട സാധ്യത, അപായ സൂചനകളുള്ള ബോർഡുകൾ വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ പ്രദേശത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ പ്രകാരം ശ്രീനന്ദയും ഈ വിനോദസഞ്ചാര ടീമും ഏകദേശം 40 അംഗ സംഘവും സഞ്ചരിച്ച ഇടങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ പ്രതി ദീപക് മോഹൻ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ ഇരുമ്പ് വേലി കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ആ സ്ഥലം നോക്കാൻ വേണ്ടി ശ്രീനന്ദ പോയോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. ഈ ഇടങ്ങളിലേക്കൊക്കെ പോലീസ് നായ ആ സമയത്ത് എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് സംശയമുണ്ടാക്കിയ ഒരു കാര്യം, പിന്നീട് പോലീസ് നായ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് പോയി അവിടെ ഒരു കാട് പിടിച്ച ഇടത്തേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ശ്രീനന്ദ കൊക്കയിലേക്ക് വീഴാനുള്ള സാധ്യതയില്ല, മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നുള്ള ഒരു സംശയം ഈ രക്ഷിതാക്കൾ പങ്കുവച്ചത്. പക്ഷേ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് തന്നെയാണോ അവർ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. അവസാനം കണ്ടത് ഇപ്പോൾ ഈ മൃതദേഹം ലഭിച്ച ആ സ്ഥലത്തിന് മുകളിൽ തന്നെയാണോ ഇവർ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ആ കുടുംബാംഗങ്ങളിൽ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടി വരും. നിലവിൽ എന്തായാലും 1500ഓളം അടിഭാഗത്ത് നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്ന ഒരു വിവരമാണ് വരുന്നത്. അങ്ങേറ്റം അപകടം പിടിച്ച ദീപകിലേക്ക് പോകുന്നു. ദീപക് മോഹൻ, ഇപ്പോൾ 1500 അടി താഴ്ചയിലേക്കാണ് കുട്ടി വീണത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഏത് ഭാഗത്തു നിന്നാണ് കുട്ടി താഴേക്ക് വീണത്? ഇവിടെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന അപായ ബോർഡുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ 40 അംഗ സംഘത്തിൽ നിന്നും കുട്ടി വേറിട്ട് പോയത്? സ്മൃതി, മാണിക്യധാര വ്യൂ പോയിന്റിന് താഴ്ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ മൃതദേഹം ആ മേഖലയിൽ ഇന്നലെയും ആ മേഖലയിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതാണ്. ആ സമയത്തൊന്നും അവിടെ ഇത്തരത്തിലുള്ള മൃതദേഹമൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. വനം വകുപ്പിന്റെ ജീവനക്കാർ ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ മാണിക്യധാര വ്യൂ പോയിന്റിന് താഴ്ഭാഗത്തുള്ള ശരി, ഒന്നും വ്യക്തമാക്കുന്നില്ല ദീപക് പറയുന്നത്. ഞാൻ സായികുമാറിലേക്ക് വീണ്ടും വന്നു. സായി, ഇപ്പോൾ 1500 അടി താഴ്ചയിലേക്കാണ് കുട്ടി വീണത്. അപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞാലും ജീവനോടെ കിട്ടുക സാധ്യമല്ല എന്നുള്ളതാണ്. ഈ അപകട മേഖലയിലേക്ക് കുട്ടി കൂട്ടം തെറ്റി അങ്ങോട്ട് കയറുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കെട്ടിവെച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കടന്നു പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് സ്മൃതി നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ശ്രീനന്ദ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ഒരാൾ കൂടിയാണ്. മരങ്ങളിൽ കയറാനും ഇങ്ങനെയുള്ള സഞ്ചാരത്തിനുമൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരാൾ കൂടിയാണ് എന്ന് രക്ഷിതാവ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാണാതാകുന്നതിന് തൊട്ട് മുൻപ് വരെ ഇവർക്കൊപ്പം തന്നെയാണ് ശ്രീനന്ദ ഉണ്ടായിരുന്നത്. ഏകദേശം 5:20 അവർ അവസാനമായി എടുത്ത കുടുംബ ഫോട്ടോയും ശ്രീനന്ദ ഒറ്റയ്ക്കെടുത്ത ഫോട്ടോയും ഒക്കെ നമ്മളിന്ന് രാവിലെ കാണിച്ചതുമാണ്. അത് കാണിച്ചുകൊണ്ട് തന്നെ ശ്രീനന്ദയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഈ ഫോട്ടോ എടുത്ത് പിന്നീട് അവർ മടങ്ങി വരുന്ന സമയത്താണ് ശ്രീനന്ദ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം അവർ അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അവർക്ക് സംശയമുണ്ടായിരുന്നത്. ഇപ്പോൾ ദീപക് പറയാൻ ശ്രമിച്ചതും ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ, ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ ഇടങ്ങളിലൊക്കെ വനം വകുപ്പൊക്കെ ആദ്യഘട്ടങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും ഈ ഒരു സംശയമുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതുകൊണ്ടാണ് ഒരു തട്ടിക്കൊണ്ടുപോകലൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് കുടുംബം സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരച്ചിൽ നടത്തി. ഇന്ന് ഏകദേശം 100 അംഗ സംഘം പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും അഗ്നിരക്ഷാ സേനയുടെയൊക്കെ 100 അംഗ സ്പെഷ്യൽ ഫോഴ്സ് തന്നെ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. വലിയ സമ്മർദ്ദം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ കർണാടക സർക്കാരിനെ വിളിച്ച് ഇടപെടാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തിരച്ചിൽ ഒന്നുകൂടി ഊർജിതമാക്കിയത്.